നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്നുള്ളത് തൊടുപുഴയ്ക്കടുത്തുള്ള കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലാണ്. വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയായ ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി ഈ കാണുന്ന ഫ്ളാറ്റിൽ 42 കുടുംബങ്ങൾക്കാണ് അന്തിയുറങ്ങുവാൻ സർക്കാർ സൗകര്യമൊരുക്കിയത്. എന്നാൽ ഈ പെയ്യുന്ന ശക്തമായ മഴയിൽ ഈ ഫ്ളാറ്റുകളുടെ ഓരോ നിലയും ചോർന്നൊലിക്കുന്ന സാഹചര്യമാണുള്ളത്. വെറും 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ ഫ്ളാറ്റിൻ്റെ പണി തീർന്നിട്ട്. ഇപ്പോൾ തന്നെ പലയിടങ്ങളും അടർന്നു വീഴുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത്. ഇതേക്കുറിച്ച് ഇവിടെ താമസിക്കുന്നവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഫ്ളാറ്റിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾ പലയിടത്തും പരാതി പറഞ്ഞെങ്കിലും യാതൊരു ഫലവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ വരുന്ന ശക്തമായ മഴയിൽ നനയാതെ കയറിക്കിടക്കുവാൻ ഒരു സ്ഥലം ഒരുക്കി കൊടുക്കണമെന്ന് മാത്രമാണ് ഇവരുടെ ആവശ്യം. സർക്കാർ എന്ന ലൈഫ് മിഷൻ പദ്ധതിയിൽ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു ഇത്. കാരണം വാടകയ്ക്ക് കിടന്ന് ഒരുപാട് വീട് മാറി 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 വന്ന് ഇപ്പം സന്തോഷമായിട്ട് കിടക്കാൻ ഇങ്ങോട്ട് വന്നത്. അതിപ്പം ഒരു 5 കൊല്ലത്തേക്ക് ഗ്യാരണ്ടി പറഞ്ഞേക്കുന്നത്. 2 കൊല്ലം പോലും ആയില്ല, ഈ താഴേക്ക് വന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ല. കിടക്കാൻ പണി കഴിഞ്ഞ് കൂലിപ്പണിക്കാൻ പോകുന്ന എല്ലാവരും കൂലിപ്പണി കഴിഞ്ഞ് വരുമ്പോൾ സമാധാനം ഉറങ്ങാനൊരു സമാധാനം ഉണ്ടാക്കി തരണം. ഒന്ന്. രണ്ടാമത് കുടിവെള്ളത്തിൻ്റെ കേസിൽ ഞങ്ങളൊരു മാസം 400 രൂപ കൊടുക്കണം, വെള്ള പൈസ അടിക്കണം. അതുകൂടെ കറണ്ട് ബില്ല് വേണം. മാത്രമല്ല തീ കത്തിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ഗ്യാസിന് 1000 രൂപ ടൗണിൽ, ഇവിടെ വരണമെങ്കിൽ 100 രൂപ വണ്ടിക്കൂലി. അതിപ്പം ഗ്യാസിനൊന്നല്ല, ആര് പണി കഴിഞ്ഞ് വരണോ തിരിച്ചു പോകണോ 100 രൂപ കൊടുത്തേ പറ്റുള്ളൂ. ആ അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്കിവിടെ. അതുകൊണ്ട് വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. നിലവിൽ ഞങ്ങൾക്കിവിടെ ഉറപ്പായിട്ട് കിടക്കാൻ, ഏതോ പണി കഴിഞ്ഞ് വരുമ്പോൾ ജീവിക്കാൻ ഒന്ന് കരുതുറങ്ങുള്ള പേടിക്കാതെ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി തരാൻ മാത്രം സർക്കാർ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. നിലവിൽ ചാടിക്കൊണ്ടിരിക്കുക താഴേക്ക്. ഞാൻ താമസിക്കുക ഏറ്റവും കൂടുതൽ 4ാമത്തെ റൂമില്ല, 4ാമത്തെ നിലയിലാണ്. ആ സൈഡും കുറേ പോകുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കയറി ചെല്ലുമ്പോൾ കാണിച്ചു തരാം. നമുക്കതല്ല വേറെ എന്ത് പറയാനാണ് വയ്യവർ? നമുക്കൊന്നും പറയാനില്ല. കാര്യം ഒത്തിരി ഇവിടെ പഞ്ചായത്തുകാർ വന്നപ്പോൾ അവർ പറഞ്ഞാൽ അറിയോ, പഞ്ചായത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ല. ഇത് ലൈഫ് മിഷൻ്റെ പദ്ധതിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. പിന്നെ ഞങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ജീവൻ രക്ഷിക്കുക. എല്ലാവരും കമ്മ്യൂണിറ്റികളിലേക്ക് പോരാൻ പറഞ്ഞു. ഇവിടെ നടക്കാൻ മേലാത്തവരുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, കുഞ്ഞിപ്പിള്ളേരുണ്ട്. എത്ര താമസിക്കും കമ്മ്യൂണിറ്റികളിൽ പോയി? ഇതിന് സമാനം ഇവർ പറയണ്ടേ? ഞങ്ങൾ എന്താ ചെയ്യാൻ പറ്റും? ഞങ്ങൾക്കിവിടെ 10-33 കുടുംബക്കാർ താമസിക്കുന്ന സ്ഥലമായിട്ട്. അത് കുഞ്ഞിപ്പിള്ളേരുണ്ട്, പ്രായമായവരുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, ഒത്തിരി പേരുണ്ട്. ഇവരുണ്ടൊന്നും പോകാൻ ഒരിടത്തേക്ക് മാർഗമില്ല. ഇവിടെ കിടന്ന് മരിക്കുമല്ലാതെ ഇവിടെ ഒരിടത്തേക്ക് പോകുന്ന സംഭവമില്ല. ഇപ്പം ഞങ്ങൾക്ക് 2 വർഷം മുമ്പ് ഇതിനും പുറകെ ഇടിഞ്ഞ് വീഴാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ല. ഭയങ്കര വഴിതൂർക്കടമാണ്. എനിക്ക് തീരെ വയ്യ, കാല് തീരെ പാടില്ല. എനിക്ക് റോഡിലേക്ക് ഇറങ്ങി പോകണം. 20-100 കൊടുക്കണം വണ്ടിക്കൂലി. അങ്ങനെയൊക്കെ ഞാൻ ഇതിന് പോകാൻ 100-120 എടുത്ത് ഞങ്ങൾ വണ്ടിക്ക് റോഡിലേക്ക് ഇറങ്ങി പോകുന്നത്. ഫ്ലാറ്റ് കുഴപ്പമില്ല, ഇടിഞ്ഞ് താഴോട്ട് വീഴുക. പിന്നെ ഗ്യാസ് കത്തിക്കണമെങ്കിൽ മാസം ഒരു കുറ്റി ഗ്യാസ് ഞങ്ങൾക്ക് തികയില്ല. ഞങ്ങളുടെ കുടുംബക്കാർ ജീവിക്കുമ്പോൾ 1 കുറ്റി ഗ്യാസ് തികയില്ല. ഒരു കുറ്റി ഗ്യാസിന് 1000, 1200, 1300 രൂപ ഒരു കുറ്റി ഗ്യാസ് ഇവിടെ വരുമ്പോൾ. ഞങ്ങൾക്ക് ഒരു ജീവിക്കാൻ ഒരു നമുക്ക് ഞാൻ ഓടിച്ച് നമുക്ക് കിട്ടണം. വിറക് തീ കത്തിക്കാനുള്ള സൗകര്യം ഇല്ല ഇവിടെ. പഞ്ചായത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോരെ, ഞങ്ങൾക്ക് ഇവിടെ ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് അവർ പറയുന്നത്. അവിടെ ഞങ്ങൾ എന്ത് ചെയ്യും സാറേ? അതാണ് എനിക്ക് എൻ്റെ അപേക്ഷയുള്ളത്. മഴയത്ത് ഇതിങ്ങനെ ഒരു രാത്രി 12 ആയപ്പോഴാണ് ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും പേടിച്ച് എൻ്റെ എല്ലാം മുകളിൽ നിന്ന് എല്ലാവരും പിടിച്ചു വരുത്തി എല്ലാവരും ഇറയത്ത് ഇറങ്ങിയിരുന്നു. മരം വെളുക്കുന്ന ഇറയത്ത് ഇറങ്ങിയിരുന്നു. നേരം വെളുപ്പിച്ചു. പിറ്റേ ദിവസം ഈ പറഞ്ഞ ഞങ്ങൾ ചോറ് വിളമ്പാനായിട്ട് ഒരിടത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഇവിടാന്ന് സൗണ്ട് കേട്ടു. എല്ലാം മുകളിൽ നിന്ന് എല്ലാവരും ഓടി വന്നപ്പോഴത്തേക്കും താഴെ ഇവിടെ ഒടിഞ്ഞ് ചാടുക. എന്നിട്ട് പിന്നെ എല്ലാവരും നേരം അന്നേരം പഞ്ചായത്ത് പറയുമ്പോൾ അവർ പറഞ്ഞു മുറ്റത്തോടെ ഇറങ്ങി പുറത്തിറങ്ങി നിന്നോളാൻ പറഞ്ഞു. അത് ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഒത്തിരിയേറെ മഴ നനയേണ്ട അതെന്ന് പറഞ്ഞ് കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഏറെത്ത് ഇറങ്ങി കയറിയിരുന്ന്. അവർ 12-1 മണി വരെ പഞ്ചായത്തുകാരും വന്നായിരുന്നു കേട്ടോ. 1 മണി വരെ ഞങ്ങൾ ഏറെത്തിരുന്ന് നേരം വെളുപ്പിച്ച് എല്ലാവരും പിന്നെ എല്ലാവരും കയറിയൊക്കെ പോകാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി മുകളിൽ നിന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി വന്ന് നമുക്ക് സമാധാനമായിട്ട് കിടക്കാമെന്ന് പറഞ്ഞ് പോയി കിടന്നു. ഞങ്ങൾ പേടിച്ച് ഞങ്ങൾക്ക് കിടക്കാൻ നിവൃത്തിയില്ല. എന്ത് ചെയ്യുമെന്ന് പറയും. ഈ കുഞ്ഞുങ്ങളെയും ഈ കാലുകാലാത്തതിനൊക്കെ എടുത്ത് ഞങ്ങൾ എങ്ങോട്ട് മാറിപ്പോകും. ഞാൻ ഇതിനകത്താണെങ്കിൽ തലന്ന് ഒടിഞ്ഞു കുത്തിയ ഒരു മനുഷ്യൻ കിടപ്പുണ്ട്. ഇതിനകത്ത് 2 വയസ്സ് എന്ന കാരണന്മാരുണ്ട്. ഈ ചേർത്ത് മകൾ മാനസിക രോഗിയായിട്ട് അത് കിടപ്പുണ്ട്. അതിന് കിടത്ത് ഞങ്ങൾ അങ്ങോട്ട് പോകും സാറ്. ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു
ജീവിക്കാൻ ഒരു കിടക്കാൻ ഒരു കിടപ്പുറങ്ങൊക്കെ കിട്ടണം. അതെനിക്ക് പ്രാർത്ഥനയുള്ളൂ. താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ ഒരു കൊച്ച് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട്. ആ 10ാം ക്ലാസ് പരീക്ഷ ചോദിച്ചു. അതിന് ഒരിടത്തും കിട്ടിയിട്ടില്ല. അതിന് ഞാൻ എവിടെ കൊണ്ട് ചേർക്കും? എനിക്ക് നടക്കാനും കാല് പോലും പാടില്ലാത്തതാണ്. നിങ്ങൾ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകും? എൻ്റെ ഭർത്താവ് കൂലിപ്പണി ചെയ്തെങ്കിലും എനിക്ക് ജീവിക്കാൻ നിവൃത്തിയുള്ളൂ. അതിന് പണിയാൻ പറ്റില്ല. അതിന് ഇപ്പം ആസ്മരോഗിയുണ്ട് മനുഷ്യനാണ്. എനിക്ക് ഒരിടത്ത് എനിക്ക് പറഞ്ഞ കാലൊടിച്ച കാലം എനിക്ക് അതുകൊണ്ട് എനിക്ക് ഒരിടത്തും നടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലും കിടക്കാൻ ഒരു കിടപ്പാടും കിട്ടണം. അത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഇത് നിങ്ങളോട് താഴ്മയായി ഞങ്ങൾ ഞാൻ അപേക്ഷിക്കുകയാണ്. എനിക്ക് നേരത്തെ കിടക്കാൻ വീടൊന്നുമില്ലായിരുന്നു. നാട്ടുകാരുടെ വീട്ടിൽ കൂടെ അയൽക്കാരുടെ വീട്ടിൽ കൂടെ ഒക്കെയാണ് ഞാൻ കിടന്നുകൊണ്ടിരുന്നത്. ഒരു 5-6 മാസം ഒരയൽക്കാരുടെ വീട്ടിൽ കിടന്നു. അത് കഴിഞ്ഞ് ഞാൻ പഞ്ചായത്തിലൊക്കെ വന്ന് പറഞ്ഞ് എന്നും ഞാൻ ഒരൊറ്റ ദിവസം ഇല്ലാതെ പഞ്ചായത്തിൽ പോകുമായിരുന്നു. 3 വർഷം ഞാനങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയി ഈ ലക്ഷം വീട് കിട്ടിയത് ഈ വീട് കിട്ടിയത് നമ്മുടെ പ്രധാനമന്ത്രി തന്ന വീട് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു ഇതിനകത്ത് കയറി താമസം തുടങ്ങി. ഒരേ അറ്റം മുതൽ പൊളിഞ്ഞ് താഴോട്ട് ചാടുക. പേടിച്ചിട്ട് ഒരു കാരണവശാലും കിടക്കാൻ പറ്റില്ല. അതുകൂടാതെ നമ്മൾ പാത്രം കഴുകുന്ന നേരത്തൊരു ടാങ്കുണ്ട്. അപ്പോൾ ആ ടാങ്കിൽ അത് പോയി കിടക്കുന്നുണ്ട് 1 മാസമായി. ഇതുവരെ അവരത് ഉണ്ടാക്കി തരാൻ പറ്റുന്നില്ല. ഒരാളത് ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞ് ഇതേ മോളി പണിയുണ്ടെന്ന് പറഞ്ഞു കേട്ടു. ആ ആൾക്കാർ ഇന്ന് വരെ അത് നന്നാക്കി തന്നില്ല. ഇവരൊക്കെ അതിലേക്ക് തുറന്നും പെറുക്കിയൊക്കെ നോക്കിയിട്ട് ഒന്നും ശരിയായിട്ടില്ല. അതെങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരാനും, അത് തന്നെയല്ല എൻ്റെ ഈ കാല് 2ഉം പാടില്ലാത്ത ഒരു കാലം ഓപ്പറേഷൻ ചെയ്ത് ഈ ബോളൊക്കെ പൊട്ടിപ്പോയി അങ്ങനെ കിടക്കണം. പിന്നെ എൻ്റെ മരുമോൾ ഈ പറഞ്ഞ പോലെ അവിടെ കിടപ്പുണ്ട്, പൂട്ടിയിട്ടേ രൂപ. അപ്പോൾ അവിടുന്ന് ഇറങ്ങിപ്പോകാനും ഒരു നിവൃത്തിയില്ല. അതിന് മഴക്കാലത്ത് വേറെ ഇത് മുഴുവൻ ഉരുണ്ടിയാടി ഇങ്ങനെ താഴോട്ടി ആടി. ഇന്നലെ ഞങ്ങളത് മുഴുവൻ വാരി കളഞ്ഞത്. താഴോട്ടിയാടി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കിടക്കാനും ഒരു മനുഷ്യർക്കും പേടിയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു എനിക്ക് ഒരു 2 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ട് ഒരു കുഞ്ഞിനെ പൂട്ടി തന്നേരെ. ഇവിടെ ഇതിന് മുകളിൽ ഞാൻ കയറില്ല. മുകളിൽ കയറി പോകാനും എനിക്ക് പറ്റില്ല. ഇവിടെ ഈ ആളെല്ലാം കൂടി വന്നാൽ ഞാൻ ആ 2 ഇങ്ങനെ പിടിക്കാനുള്ളത് കൊണ്ടാണ് കയറി പോണത്. അങ്ങനെ ഇരിക്കണേ ഞാൻ എന്ത് ചെയ്താൽ എങ്ങനെ പോകണം? ഒരു വഴിയില്ല. ഇത് വലിയ അടുപ്പത്തേക്ക് എനിക്ക് ഭയങ്കര പറയായിരുന്നു. പേടിച്ച് അപ്പോൾ മരിച്ചു പോകുന്ന തോന്നി. ഇവരെല്ലാവരും കൂടി ആശുപത്രി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഒത്തിരി ഒരു വണ്ടി വിളിച്ചിട്ട് കിട്ടാനില്ല. വണ്ടി ഇങ്ങോട്ട് കഴിവ് അറിയല. നമ്മൾ എന്തോരം കിടന്ന് പറഞ്ഞാലും എന്തോരം ചാവുകയെന്ന് പറഞ്ഞാൽ അവിടെ വണ്ടി വരികയില്ല. അകത്തെ ഭാഗമെന്ന് വന്നാൽ തന്നെ 100 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും 100 രൂപ വെച്ച് കൊടുക്കണം. 200 രൂപയാവും. നമുക്ക് 10 പൈസയ്ക്ക് പണിയെടുക്കാൻ ആരുമില്ല, കൊണ്ടുവന്ന് വരാനും ആരുമില്ല. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എൻ്റെ കൊച്ച് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഒരിടത്ത് മൂത്രമൊഴിക്കാൻ പോകാൻ അവളെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അവിടെ കിടപ്പുണ്ട്. അതിനെ ഞാൻ എങ്ങനെ നോക്കും? എൻ്റെ മോനെ അതെവിടെയെങ്കിലും പോയാലാ എന്തെങ്കിലും കിട്ടുള്ളൂ. അങ്ങനെ ജീവിക്കുന്ന ഞങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. ഇപ്പം ഈ സംഭവം നടന്നിട്ട് ഈ പെര ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിട്ട് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വെള്ളിയാഴ്ച നടന്ന സംഭവമാണ്. രാത്രി 12 മണിക്ക് ഞങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് ഇതെല്ലാം കൂടെ ഭയങ്കരമായ സൗണ്ടോട് കൂടി പൊളിഞ്ഞാടിയത്. ഞങ്ങൾ അതിൻ്റെ പിറ്റേ ദിവസം 11 മണി അപ്പം തന്നെ ഞങ്ങൾ പഞ്ചായത്തിലേക്ക് വിളിച്ചു പറഞ്ഞപ്പം ആരും വന്നില്ല. 11 മണി കഴിഞ്ഞ് 12 മണി എങ്ങാണ്ട് കഴിഞ്ഞപ്പോഴാണ് പഞ്ചായത്തിൽ നിന്ന് വന്ന് ഇവിടെ ആൾക്കാർ അന്വേഷിച്ചത്. അവർ ഞങ്ങൾ എന്നാ ചെയ്യാനാ, ഞങ്ങൾ 4 മാസം കഴിയുമ്പോൾ ഞങ്ങൾ രക്ഷപ്പെടുമെന്നും പറഞ്ഞ് ആ മെമ്പറും പ്രസിഡൻറ്റും ഇവിടുന്ന് പറഞ്ഞു വെച്ച് പോകണം കണ്ടു. ഇതിപ്പോൾ ഞങ്ങൾ അറിഞ്ഞതല്ല, ഈ പെര ഇങ്ങനെ ഉണ്ടാക്കിയത് ഈ സാധനങ്ങൾ വെച്ചാണോ ഉണ്ടാക്കിയതെന്ന് അവർ അറിഞ്ഞതല്ലെന്നാണ് പറയണത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഇതിൻ്റെ അകത്ത് കിടന്ന് മരിക്കുകയോ ചാകുകയോ എന്തും ചെയ്താലും അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അവർ കൈ ഒഴിഞ്ഞു. ഇത് ഈ 10-12 ദിവസമായിട്ട് ആൾക്കാർ ഇതുപോലെ വന്നും പോയി ഇതുപോലെ ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ മടുത്തതല്ലാതെ ഒരു തീരുമാനവും ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ ഇന്നലെ അങ്ങാണ്ട് എന്തോ 2 കമ്പിയും കൊണ്ടുവച്ച് മുകളിൽ എന്തോ പണിയാനാണെന്നും പറഞ്ഞ് നനയാതെ ആക്കാനാണെന്നും പറഞ്ഞ് പഞ്ചായത്ത് ഇത് പണിതവരങ്ങാണ്ട് കൊണ്ട് വിട്ടിട്ടുണ്ട്. അപ്പം ഈ കാണുന്ന ഈ സാധനങ്ങളാണ്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ മഴ നനഞ്ഞിട്ട് പേടിച്ചിട്ട് ഞങ്ങൾ എങ്ങനെയാണ് കിടക്കണത്? ഞങ്ങൾ അന്ന് തൊട്ട് ഞങ്ങളുടെ ജീവൻ കൈ പിടിച്ചോണ്ട് ഞങ്ങളെല്ലാവരും ഇവിടെ താമസിക്കണത്. അപ്പം ഞങ്ങളെല്ലാം അന്നത്തെ ആ ഇടിഞ്ഞ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ചുമ്മാ വട്ടത്തിൽ കൂടി ഇരിക്കുമായിരുന്നു. ഉറങ്ങിയില്ല ആരും. ചാകുവാണി എല്ലാം കൂടെ ഒന്നിച്ച് ചാകട്ടെ എന്ന് ഓർത്ത്.
അങ്ങനെ ഉള്ള സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഈ ഫ്ലാറ്റിൽ ഇനി കിടക്കാൻ ഒന്നാമത് മഴക്കാലം ഭയങ്കര മഴയാണല്ലോ, മഴ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കിടക്കാൻ വലിയ താല്പര്യമില്ല. ഇനി ഇവരെന്നാ ചെയ്തു തന്നാലും ഞങ്ങൾക്ക് ഒരു 2 സെൻറ്റ് സ്ഥലവും ചെറിയൊരു പെരയും ഉണ്ടാക്കി തരുവാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരുന്നു. അങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയണേ ഇത് തന്നെ നടക്കുകയുള്ളൂ, ഇതിൻ്റെ അകത്ത് കിടന്നോളണം, ചത്താലും ജീവിച്ചാലും ഇതിൽ കിടന്നോളണം. പിന്നെ പഞ്ചായത്തുകാർ കൂടുതൽ ഇതായിട്ട് പറയുമ്പോൾ അവർ പറയും നിങ്ങൾ പൊക്കോ, വേണ്ടാത്തവർ പൊക്കോ എന്നാണ് പറയണത്. ഞങ്ങൾ എങ്ങോട്ട് പോകാനോ, വാടകയ്ക്ക് കടന്ന് മടുത്ത് ഞങ്ങൾ വന്നതാണ് ഇങ്ങോട്ട്. ഭയങ്കര പ്രതീക്ഷയോട് കൂടി സന്തോഷത്തോടു കൂടി ഞങ്ങൾ വന്ന് താമസം തുടങ്ങിയതാണ്. 1.5 വർഷം ആയുള്ളൂ. അതിന് മുമ്പേ ഇതിങ്ങനെ ഇടിഞ്ഞു പോയി. ഞങ്ങൾ പിന്നെ എങ്ങനെ ഇതിൻ്റെ അകത്ത് 5 വർഷമെങ്കിൽ 5 വർഷമാണേലും ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ കിടക്കും? ഒരു കെട്ടിടം പണിത് കൊടുത്താൽ 5 വർഷത്തെ ഗ്യാരണ്ടി ഉള്ളോ? അത് അവരെ മരണം വരെ അവർ ഗവൺമെൻറ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇത് കൊടുത്തേക്കണതാണ്. ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾക്ക് കിടക്കണ്ട, അതിന് 5 വർഷം ഉള്ളൂ എന്നാണ് അവർ പറയണത്. 5 വർഷത്തിന് മുമ്പ് ഇത് ചാടാൻ തുടങ്ങി. ഞങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറ. ഞങ്ങൾ ഇത്രയും കിടപ്പ് രോഗികൾ തൊട്ട്, ഈ തള്ളമാർ തൊട്ട്, 1 വയസ്സായ കൊച്ചുങ്ങൾ തൊട്ട്, 3 മാസം പ്രായമായ പിള്ളേർ തൊട്ട് ഇവിടെ ഉണ്ട്. 90-100 വയസ്സായ ആൾക്കാർ വരെ ഇവിടെ ഉണ്ട്. അതുപോലെ ഞങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ നിന്നാലും എല്ലാ അസുഖക്കാരായി, പ്രഷറും ഷുഗറും ഇല്ലാത്ത ഒരു മനുഷ്യരില്ല ഇതിനകത്ത്. ഇവരെല്ലാം വന്ന് ഇങ്ങനെ കണ്ട് കേട്ട് പോണതല്ലാതെ യാതൊരു പ്രതീക്ഷയും ഞങ്ങൾക്ക് തന്നില്ല. അവർ നിങ്ങളിവിടെ കിടക്ക ഉറപ്പായിട്ട് ഇത് ഇടിഞ്ഞ് ചാടൂല, അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാം എന്നൊരു വാക്ക് ആരും ഞങ്ങളോട് പറയണില്ല. ഒന്നും ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഈ നിങ്ങളുടെ മുമ്പിൽ ഈ പറയണതിന് പഞ്ചായത്തുകാർ പരാതി പറയുന്നുണ്ട്. അവളുമാർ അങ്ങനെയാണ്, അവളുമാർ തൻ്റെ എടുക്കാരാണ്. തൻ്റെ ഇടമായിട്ടാണല്ലോ അല്ലല്ലോ ഞങ്ങളിപ്പോൾ ഈ പറയണത്. ഞങ്ങളുടെ കാര്യം പറയണതല്ലേ, ഞങ്ങളുടെ അവസ്ഥകൾ ഞങ്ങൾ പറയണതാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് കുറ്റമായിട്ടാണ് ഇപ്പോൾ പഞ്ചായത്തുകാർ കണ്ടുപിടിച്ചേക്കുന്നത്. നിങ്ങൾ വലിയ ഇതായിട്ട് പത്രക്കാരെയും ചാനലുകാരെയും ഒക്കെ മുമ്പിൽ നിന്ന് നിങ്ങൾ സംസാരിക്കേണ്ടത് നിങ്ങൾ തന്നെ അവരോട് തന്നെ ഉണ്ടാക്കി തരാൻ പറയാം. അങ്ങനെയൊക്കെയാണ് അവർ പറയണത്. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞങ്ങൾക്ക് പോകാൻ ഇനി യാതൊരു മാർഗ്ഗമില്ല. 2000 രൂപയൊക്കെ വാടകയ്ക്ക് കിടന്ന വീടിന് ഇപ്പോൾ 7000 ഒക്കെ വാടക കഴിക്കണേ. ഞങ്ങൾക്കൊരു മാസം കറണ്ട് കാശ്, വെള്ളത്തിൻ്റെ പൈസ, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉപ്പില്ലെങ്കിൽ ഞങ്ങൾക്ക് 200 രൂപ മുടക്കിയെങ്കിലേ ഇവിടെ വന്ന് പറ്റുള്ളൂ ഒരു ഉപ്പ് പോതി മേടിക്കാനായിട്ട്. അറിയാവോ? അതുപോലെ ഈ റോഡ് നിങ്ങൾ കണ്ടതാണല്ലോ. ആ റോഡിൽ കൂടെ ഒരു വണ്ടി വിളിച്ചാൽ വരില്ല. 4 വണ്ടി വിളിക്കുമ്പോഴാണ് ഒരു വണ്ടിക്കാർ വന്നത്. ദയവ് തോന്നി. അതുപോലെ ഞങ്ങൾക്കൊരു കുടിവെള്ളം ഇല്ല. അതായത് അവിടെ ആ ഒരു ചേട്ടൻ കനിഞ്ഞ് നല്ല മനസ്സായതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ചെന്ന് നല്ല വെള്ളം കുടിക്കണത്. ആ ചേട്ടൻ കോരണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ എച്ച് വെള്ളം കുടിച്ചുകൊണ്ട് ഇവിടെ കിടന്നോളണം. അതുപോലെ ഗ്യാസ് ഒരു മാസത്തേക്ക് ഒരാളുള്ളിടത്തൊക്കെ 1-1.5 മാസം നിൽക്കും. അല്ലാണ്ട് 2 പേരുള്ളിടത്ത് നിൽക്കില്ല. ഒരു മാസത്തിൽ കൂടുതൽ ഇതില്ല. അത് ഞങ്ങളൊരു ഓട്ടോ വിളിച്ചാൽ ഇതിലെ ഗ്യാസ് വണ്ടിയൊന്നും വരില്ല. ഞങ്ങൾ പോയി നിറച്ചുകൊണ്ട് വന്നുവെങ്കിൽ 250 രൂപ വണ്ടിക്കൂലി മേടിക്കും ആൾക്കാർ. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. ഇതാണ് ഇത്. ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു 2 സെൻറ്റ് സ്ഥലമോ അല്ലെങ്കിൽ ഇതൊന്ന് 2 കട്ട വെച്ച് പണിതിട്ട് ഒരു രണ്ടായിട്ടെങ്കിലും പണിത് തന്നെങ്കിൽ പേടിക്കാതെ ഞങ്ങൾക്ക് കിടക്കാമായിരുന്നു. ഇത് ചുമ്മാ 4 നില അങ്ങോട്ട് പൊക്കി കുറേ അങ്ങോട്ട് പണിത് കുറേ വേസ്റ്റ് ബോർഡും വെച്ച് പണിത് ഞങ്ങൾ എങ്ങനെ ഇതിൻ്റെ അകത്ത് മനസ്സുറച്ച് കിടക്കാനാ? ഞങ്ങൾക്കതേ പറയാനുള്ളൂ. ഗവൺമെൻറ് നിങ്ങളെ ഗവൺമെൻറ്റിലേക്ക് അറിയിക്കുമോ, സർക്കാർ ആരെങ്കിലും അറിയിച്ച് ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങളെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു 2 സെൻറ്റ് സ്ഥലത്ത് ഒരു ചെറിയ കൂരാപ്പ് വെച്ച് തന്നാൽ വാർക്കയോ ടൈലിടണോ ഇതൊന്നും ഞങ്ങൾ ആവശ്യപ്പെടണില്ല. പേടിക്കാതെ ജീവൻ ഉറപ്പിച്ച് കിടക്കാൻ വേണ്ടി. അത് മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ. 24 വർഷം ഞങ്ങൾ അപേക്ഷ വെച്ചിട്ട് ഞങ്ങൾക്ക് ഈ കെട്ടിടം കിട്ടിയത്. വലിയ സന്തോഷിച്ചു. കാരണം വെച്ചാൽ ഒന്നാമത്തെ ഭർത്താവില്ല, മക്കളില്ല, അങ്ങനെയൊക്കെ തന്നെ താമസിക്കണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ആഗ്രഹിച്ച് വന്നവരെ വീടിനെ പറ്റി ഒത്തിരി ആഗ്രഹിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വെള്ളിയാഴ്ചയാണ് ഇങ്ങനെ ഇടിഞ്ഞു വിടുന്നത്. അത് പിന്നെ എല്ലാവരും തന്നെയൊക്കെ വന്നിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും മാർഗം ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോഴാണ് പണിയാൻ തുടങ്ങിയേക്കണത്. അത് കഴിഞ്ഞ പിന്നെയാണ്. പിന്നെ ഇപ്പോൾ വീടിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ത പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയാനുള്ളൂ. എവിടെയെങ്കിലും 2 സെൻറ്റ് സ്ഥലമോ വീടോ ഞങ്ങൾക്ക് വെച്ച് തന്നാൽ വലിയ ആഗ്രഹമായി. കാരണം ഇത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പേസ്പോർട്ട് പോലെ ഇരിക്കുന്നതാണ്. 5 വർഷമെന്നാണ് അവർ പറഞ്ഞേക്കണത്. ഇപ്പോൾ ഇത് 2 വർഷമേ ആയുള്ളൂ. നോക്കുമ്പോൾ തന്നെ അത് പൊളിഞ്ഞ് അടിയില്ലേ. പിന്നെ ഈ 3 വർഷം എത്ര നാൾ നിൽക്കുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല. മഴയത്തെന്ന് പറഞ്ഞാൽ അത് പൊളിഞ്ഞല്ല. മഴയത്ത് കോമളക്കും ഇങ്ങനെ ഭിത്തിയൊക്കെ. ഈ ആണി തറക്കരുത്, ഇഷ്ടികയാണ്, പുതിയ മോഡൽ ഇഷ്ടികയാണ്. ആണി തറക്കരുത്, വേറെ കുഴപ്പമൊന്നുമില്ല, ഒത്തിരി വർഷം നിൽക്കുമെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ സൂക്ഷിച്ചെടുത്താൽ 25 വർഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ മക്കൾക്കും ഒക്കെ ഉപയോഗിക്കാം എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇതിപ്പോൾ 2 വർഷം കൊണ്ട് ഇത് പൊളിഞ്ഞാടിയില്ലേ ഈ മേൽക്കൂര. ഇനിയിപ്പോൾ ഭിത്തിയുടെ ഒക്കെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല. കാരണം ഇഷ്ടിക പുതിയ മോഡൽ ഇഷ്ടിക വെച്ചേക്കണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അത് ആണി തറച്ചാൽ പിന്നെ പോകും. അതുകൊണ്ട് നിങ്ങൾ ആണി തറക്കരുത്, വിളക്ക് കത്തിക്കരുത്, അടുപ്പ് കത്തിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഗ്യാസ് അടുപ്പാണ്
ഞങ്ങൾ കൂടി വന്നാൽ 2 മാസം 3 മാസം കൂടുമ്പോഴൊക്കെ 2 മാസമൊക്കെ നിൽക്കുള്ളൂ ഒരു കുറ്റി. പിന്നെ അതുപോലെ ഒരു തേയിലപ്പൊടി മേടിക്കാൻ പോകണമെങ്കിൽ തന്നെ 80 രൂപ, 160 രൂപ ഓട്ടോ പൈസ, 200 രൂപ ഓട്ടോ പൈസ. പിന്നെ ഓട്ടോക്കാരെ തന്നെ മഴ വന്നാൽ വിളിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വരാൻ, റോഡ് കൊള്ളൂല എന്നും പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങളുടെ നിവൃത്തികേട് കൊണ്ട് ഞങ്ങൾ പണിയാൻ പോകണതുകൊണ്ടൊക്കെ ഓട്ടോക്കാരങ്ങനെ വന്നുണ്ട്. സ്ഥിരം അവർക്കൊരു ഓട്ടോ ഞങ്ങൾ കൊടുക്കണതുകൊണ്ട് മാത്രം ഞങ്ങളൊക്കെ വിളിക്കുമ്പോൾ അവർ വന്നത്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങളിവിടെ ഓരോ നിമിഷവും പേടിച്ചാണ്, ജീവനെ പേടിച്ചാണ് ഞങ്ങളിവിടെ കഴിയുന്നത്. ഞങ്ങൾക്ക് ഒരു നിർവാഹവും ഇല്ല. ഇവിടെ 5000 രൂപയാകും മാസം. ഞങ്ങൾ എല്ലാ ചിലവും പട്ടച്ചിലവും കൂടിയിട്ട് 5000 രൂപയാകും ഒരു മാസം. ഞങ്ങൾ എല്ലാവരും വാടകയ്ക്ക് താമസിക്കുന്നവരെ, എല്ലാവരും പാവപ്പെട്ട ഓരോ 2 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ താമസിച്ചേനെ. ഞങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം ചെയ്തു തന്നാൽ ഉപകാരമായിരിക്കും. ഞങ്ങൾ റോഡിലേക്ക് പോകണമെങ്കിൽ 100 രൂപ അങ്ങോട്ട് പോകാൻ ഓട്ടോയ്ക്ക്. 4 ഓട്ടോ വിളിച്ചെങ്കിൽ മാത്രമേ 5ാമത്തെ ഓട്ടോ വരുള്ളൂ. വഴി നിങ്ങൾ വന്ന വഴിക്ക് കണ്ടാലേ. ആ ഓട്ടോ വിളിച്ച് വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലൊക്കെ നടുവിൻ്റെ എല്ലൊക്കെ പോവുക. അതുപോലെ ആ ഓട്ടോ കട്ടലിൽ ചാടുമ്പോൾ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഞങ്ങൾ തൊഴിലുറപ്പ് ചെയ്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. തൊഴിലുറപ്പ് എല്ലാ ദിവസവും ഇല്ല. ഇന്ന് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു മഴ കാരണം. ഞങ്ങൾക്കൊരു വരുമാന മാർഗ്ഗം ഇല്ല. ഞങ്ങൾക്ക് ചിലവ് വട്ടച്ചിലവ് മാത്രമേ ഇവിടെ കൂടുതലായിട്ടുള്ളൂ. 5000 രൂപ ഒരു മാസം. നിങ്ങളത് എന്തെങ്കിലും ഞങ്ങൾക്ക് സഹായം ചെയ്തു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു തരണം. ഈ മഴയത്ത് തന്നെ പറ്റിയ കെട്ടെടുത്തത്? മഴയത്ത് പറ്റിയത് മൂട് വർഷം അപ്പുറം ചാടിപ്പോയി. ഈ മൂട് വർഷം മൊത്തം ചാടി കിടക്കുകയാണ്. ഇത് ഇന്നലെ വാരി കളഞ്ഞ മൊത്തം കുമ്മായം പോലെ ഇവിടെ കിടന്നു. അതെല്ലാം വാരി ഞങ്ങൾ കളഞ്ഞു. ഇവിടെ ഒരു 2 ആഴ്ച കിടന്നു. ഇതേ അവിടെ വാരിക്കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിൽ പറഞ്ഞു, ചാനലുകാർ വന്നു, എല്ലാ ചാനലുകാരും വന്നു, പാർട്ടിക്കാർ വന്നു, എല്ലാവരും വന്നു. എല്ലാവരും ഞങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന പോലെ സഹായിക്കാമെന്ന് പറഞ്ഞ് അവർ പോയിട്ടുണ്ട്. വേണ്ടപ്പെട്ടവരെ കാണാം, MLA കാണാം, MLA കാണാം, അവരെ കാണാം, ഇവരെ കാണാം, ഞങ്ങൾ വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ പോയി. ഞങ്ങൾക്ക് ഒരു നിർവാഹം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഒരു 2 സെൻറ്റ് മണ്ണും ഒരു ചെറിയ കൂരയും കിട്ടുമായിരുന്നു. ഇതിലും മെച്ചമായിരുന്നേനെ. ഞങ്ങൾക്ക് ജീവനെ പേടിച്ചോ കിടക്കായിരുന്നു അവിടെയാണെങ്കിൽ. ഇവിടെ ജീവനെയും കൂടെ പേടിച്ച് കിടക്കണം. ഇവിടെ 4 നില 2 നിലയായിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ഇത്രയും പേടിക്കണ്ടായിരുന്നു. 4 നില കെട്ട ആക്കി പണി തീർക്കണം. ഇത് കണ്ടല്ലോ ഭിത്തിയിരിക്കണം. ഇവിടെ ഇതിങ്ങനെ അടഞ്ഞ് വീണ്ടും പോകാതിരിക്കാൻ സ്ക്രൂ ഇട്ട് 2-3 സ്ക്രൂ ഇട്ട് പുതിയ സ്ക്രൂ ഇട്ട് വെച്ചേക്കും വന്നവർ. ഇവിടെ അപ്പുറം കുറച്ച് അടഞ്ഞു പോകാനുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതം. വരുമാനമില്ല. എൻ്റെ ഭർത്താവാണെങ്കിൽ ഒരു രോഗിയാണ്. ഹൃദ്രോഗം അപ്പോഴേക്ക് വർഷങ്ങളായി, 8 വർഷമായി മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു കുഞ്ഞു പിള്ളേരെ സ്കൂളിലേക്ക് വിടണമെങ്കിൽ 1500 രൂപ വണ്ടിക്കൂലി. 1250 വണ്ടിക്കൂലി ഓട്ടോയ്ക്ക് ഒരു മാസം. കുറേ പിള്ളേരുണ്ട്. ആ പിള്ളേരെ തള്ളമാർ വലയുക കൊണ്ടുവരുന്നത്. ഒരു വണ്ടി അതിനായിട്ട് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്കൊരു രോഗിയെ കൊണ്ടുപോകാനുള്ള സംവിധാനമില്ല ഇവിടെ. രാത്രി ഒരു വണ്ടി വിളിച്ചാൽ വരില്ല. പകലാണെങ്കിൽ 5 വണ്ടി വിളിക്കുമ്പോഴാണ് 6ാമത്തെ ഒരു വണ്ടി വരുന്നത്, ഓട്ടോറിക്ഷ വരുന്നത്. അങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതം ഇവിടെ അധോഗതിയാണ്. ഇതിൻ്റെ ആണി അടിച്ചേക്കണേ ചെറിയൊരു ആണിയാണ്. അത് കോഴിക്കോട് നിന്ന് പോലെ അടിക്കില്ല, ഇരുമ്പാണി. അത് തുരുമ്പ് പിടിച്ച് പോയതാണ് ഇത് പോകുന്നത്. പ്രശ്നം അതാണ് കിടക്കണത്. അതുകൊണ്ടാണ് പൊളിഞ്ഞ് ആടിയത്. അത് ചെയ്തു വരാൻ ഇവർക്ക് മനസ്സില്ല. ഇവിടെ പഞ്ചായത്തുകാർക്ക് ചെയ്യില്ല എന്ന് പറയണം. അവർക്ക് 4 മാസം കഴിയുമ്പോൾ അവർ ഒഴിവാകും. അവർക്കത് ഉത്തരവാദിത്തമില്ലെന്നാണ് പറഞ്ഞത്. ഇതിവിടെ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ CPM-മാരും കൂടെ കോൺഗ്രസ്സുകാർ സ്ഥലം മേടിച്ച് പറ്റിച്ചു. CPM-മാർ ഇത് പണിത് പറ്റിച്ചു. കോടികൾ അതിൻ്റെ വെട്ടിയിൽ. 18 ലക്ഷം രൂപയായിന്ന് പറഞ്ഞ് ഒരു കെട്ടിടത്തിന്. 18 ലക്ഷം രൂപ ആവുമോ ഈ കെട്ടിടത്തിന്? 10 ലക്ഷം രൂപയും 3 സെൻറ്റ് സ്ഥലം കിട്ടിയെങ്കിൽ ഇതിൽ നല്ല വിരവണിയാണ്. അതുകൊണ്ട് ഉണ്ടാക്കി വെച്ചാണ് ഇതിൽ. അഴിമതിയാണിത്. അതുകൊണ്ട് ചെയ്തതാണ്. മഴക്കാലത്ത് പൊളിഞ്ഞാടുമോ? അപ്പോൾ കണ്ടില്ലേ, ഇത് 6 mm ഈ സാധനം. സാധാരണ 8 അല്ലെങ്കിൽ 10 വെക്കേണ്ടത്. ഈ ഘട്ടത്തിൽ വെച്ചേക്കണം 6. അതാണ് ഈ സാധനം പോകുന്നത്. അപ്പോൾ അതാ നമുക്ക് പറയാനുള്ളൂ. ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾ സ്ഥലം മേടിച്ച് ഞങ്ങൾക്ക് വേറെ പണിത് തരുമോ? ഇതിനകത്ത് താമസിക്കാൻ എല്ലാവർക്കും പേടിയാണ്. ഉണ്ടി അവിടെ നിന്ന് പേടിയാണ്. ഞാൻ മോളിൽ മേയാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മേയാനുള്ള കപ്പാസിറ്റി ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ എന്നാ കപ്പാസിറ്റി ഉള്ളത്? 35,000 ലിറ്റർ വെള്ളം മോളിൽ ഇരിക്കുക. ഇനി ഇത് മേയുമ്പോൾ 4 ടണ്ണ് മോളിൽ കയറുമ്പോൾ ഇതിനുള്ള അടിത്തറയില്ലെന്ന് അവർ പറഞ്ഞു. കെട്ടം പോകുന്ന പറഞ്ഞു. അപ്പോൾ അതാ പ്രശ്നം. ഇതിനകത്ത് സ്ഥലം കിടപ്പുണ്ടെന്ന് ഇനി 1 ഏക്കർ 1.5 ഏക്കർ സ്ഥലം കിടക്കും. അത് പുറകോട്ട് ഞാൻ മുന്നോട്ട് കിടക്കണം. അപ്പോൾ ആൾക്കാർക്ക് പണിയാൻ 42 വീട്ടുകാർക്ക് പണിയാനുള്ള സ്ഥലമുണ്ട്. അത് ചെയ്തു തരാൻ ഇവർക്ക് മനസ്സ് വേണം. താഴെ വെള്ളക്കെട്ടായാലും അത് മണ്ണിട്ട് നികത്താലോ. അതാണ് കേസ്. അതുപോലെ ചെയ്യില്ല അവർ. ഇവർക്ക് ഇപ്പോൾ പഞ്ചായത്തുകാർക്ക് ഉത്തരവാദിത്തം. അവരെല്ലാവരും സെക്രട്ടറിയും പ്രസിഡൻ്റൊക്കെ ഇത് ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു, അയ്യോ ഞങ്ങൾ പണിതാന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളല്ലാന്ന്. അപ്പോൾ പിന്നെ അവരൊക്കെ എന്നാ ഉത്തരവാദിത്തം? ഇപ്പോൾ അവർക്ക് ഉത്തരവാദിത്തമില്ല. ഈ മരം കണ്ടു,
ഈ ജനലൊക്കെ അടക്കണം വന്ന ഇന്ന് ഇന്ന ദിവസം ഇന്ന് 15 ദിവസം കണ്ട് ഇന്ന് 13 ദിവസമായി. അന്ന് പിറ്റോളം വന്നപ്പോൾ ഇത് വെട്ടിക്കളയാന്ന് പറഞ്ഞാൽ ഇതുവരെ വെട്ടിക്കളഞ്ഞിട്ടില്ല. ലൈൻ അതിൻ്റെ അടിയിൽ കൂടെ പോകുന്നു. ഇത് ഒടിഞ്ഞാടി ഈ ലൈൻ പൊട്ടിക്കഴിഞ്ഞാൽ ഈ കാരണന്മാരൊക്കെ ഇതിൽ നടക്കണേ. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ ആർക്കും ഉത്തരവാദിത്വം? ഇവിടുന്ന് ഒരു വണ്ടി വന്ന് ആശുപത്രി കൊണ്ടുപോയാൽ ഒരു സൈഡുണ്ടോ? ആള് മരിക്കുമല്ലോ ഉള്ളൂ. ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഇതിൽ വരട്ടെ, അന്നേരം കാണിച്ചു തരാം. വണ്ടി ഇടിക്കാതെ നിങ്ങളുടെ വണ്ടി ഇടിച്ചാലേ കയറി വന്നത്. അതായത് ഒരു വഴി സൗകര്യമില്ല ഇവിടെ. അതുപോലെ ഇത് നന്നാക്കണേ. എല്ലാ പാർട്ടിക്കാരും ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഈ പാർട്ടിക്കാർക്ക് പിടിക്കാമായിരുന്നു ഈ റോഡ് നന്നാക്കിയിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യാവുന്നു. അന്നേരത്തേക്ക് അയ്യോ ഞങ്ങൾ മരുന്ന് കിടന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ മരുന്ന് കിടന്ന നല്ല കട്ടറാണ് ഇങ്ങനെ. ഇപ്പം മരുന്ന് കിടക്കുമ്പോൾ ഉരുണ്ടി ആടുവാൻ മുകളിലേക്ക്. മുഖ്യമന്ത്രി പറഞ്ഞാൽ ഓൺലൈനായിട്ട് മരുന്ന് കിടക്കുമ്പോൾ നല്ലൊരു കട്ടർ നമുക്ക് കിട്ടിയില്ലൊന്ന്. ഇപ്പം മരുന്ന് കിടക്കുമ്പോൾ നമ്മുടെ നേരത്തേക്ക് പോനെ. ഇത്ര ഉള്ളു കേസ്. ഒരുപാട് ആശങ്കയോട് കൂടിയാണ് ഇപ്പോൾ ഇവിടെ കഴിയുന്നത്. കാരണം എന്നാ ഏത് നിമിഷവും എപ്പോഴാണ് ഈ സംഭവം ഉരുണ്ട് ചാടുന്നതും മറിഞ്ഞു ചാടുന്നതും എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടോടു കൂടി കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ട് ഭക്ഷണം പോലും കഴിക്കാതെ വലിയ മഴകളൊക്കെ വരുവാണെങ്കിൽ പോലും ആളുകൾ പേടിച്ച് 4-ാം നിലയുടെ മുകളിൽ നിന്നും താഴേക്ക് വന്ന് കൂട്ടത്തോടെ നിൽക്കുന്ന ഒരവസ്ഥ വരെ ഇവിടെ കണ്ടിട്ടുണ്ട്. വളരെ ഭയാനകമായ രീതിയിലാണ് ഇപ്പം അന്ന് ഇവിടെ ആ ഭയങ്കര സൗണ്ടോടു കൂടിയാണ് നിലം പതിച്ചത്. അതിന് അത് രാത്രി 12:30 ആയപ്പോഴാണ് ആദ്യത്തെ ചാട്ടം. അത് കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ രണ്ടാമത് ഇത് ഉരുണ്ട് ചാടി. ഇത് പഞ്ചായത്തിൽ അറിയിക്കുകയും പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പഞ്ചായത്തുകാർ പറഞ്ഞത് നിങ്ങൾക്ക് ജീവിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ എവിടെയെങ്കിലും കൊണ്ട് താമസിപ്പിക്കാം എന്നാണ് അവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ. നമ്മുടെ മുഖ്യമന്ത്രിയാണെങ്കിലും ജില്ലാ കളക്ടറാണെങ്കിലും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട അധികാരികൾ ഞങ്ങളുടെ സങ്കടം കണ്ടുകൊണ്ട് അതിനൊരു നിയമപരമായ രീതിയിൽ ഞങ്ങളെ പുനഃസ്ഥാപിച്ച് ജീവിപ്പിക്കുവാൻ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണമെന്ന് താഴ്മയായിട്ട് മാത്രം ഭരണാധികാരികളോട് അപേക്ഷിക്കുകയാണ്. 10-15 കൊല്ലം വാടക കയറുന്ന ആശിച്ച് പൊതിച്ച് ഇവിടെ വന്നതാണ്. 1.5 കൊല്ലമായപ്പോഴത്തേക്കും ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് ഇളായി. വെള്ളപ്പൈസ കറണ്ട് പൈസ എല്ലാം കൊടുത്ത് മുടിഞ്ഞ് തേച്ച് കഴിയും. ഞങ്ങൾ മീൻ കച്ചവടത്തിനൊന്നും പോകാനൊന്നും സാധിക്കില്ല. എത്രയും പെട്ടെന്ന് ഇതിനൊരു സംവിധാനം ഉണ്ടാക്കി തരുമെന്നാണ് അധികൃതരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. വന്നവർ ഞങ്ങൾ ചെയ്യാം, അവർ ചെയ്യാം, ഇവർ ചെയ്യാൻ തെളിയാൻ ഇതുവരെ ആരും ഇങ്ങോട്ട് വന്നിട്ട് പോയതല്ല, ഒന്നും തിരിച്ചു നടന്നില്ല. ആ ഭയങ്കര കഷ്ടത്തിലാണ് ഞങ്ങളുടെ ജീവിതം. പിള്ളേർക്ക് പള്ളിക്കൂടത്തിൽ പോകാനും അതിനും ഇതിനൊക്കെ ഭയങ്കര വഴി കിടക്കണ കണ്ട തന്നെ നടന്നു വരുമ്പോൾ തന്നെ പൊത്തും ഇങ്ങോട്ട് കാലെടുത്തുമ്പോൾ അങ്ങോട്ട് വീഴും, അങ്ങോട്ട് കാലെടുത്തുമ്പോൾ എപ്പോഴും വീഴും. അങ്ങനെ നടന്നു വരാൻ ഭയങ്കര പാടാണ്. ഇത്രയൊക്കെ പറയണം. അധികൃതർ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. മഴക്കാലത്തിന് ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക, നനഞ്ഞൊലിച്ച് ആടിക്കൊണ്ടിരിക്കുക. പരാതി പറഞ്ഞു വരാമെന്ന് ഇതുവരെ ആരും വന്ന് കണ്ടില്ല. ഈ ഭിത്തിയുടെ ഉള്ളിൽ കൂടെ ആയിരുന്നു വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ മുറി നിറച്ച് വെള്ളം കെട്ടിക്കിടക്കുമായിരുന്നു. മുകളിൽ നിന്ന് നനവ് ഇറങ്ങിയിട്ട് വെള്ളം മുറി നിറച്ച് വെള്ളമായിരുന്നു. അത് മണിക്കൂർ ഇരുന്ന് പറ്റിച്ചത്. അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഉരുണ്ടി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം നിലവിൽ മൊത്തം അതെ നനവാർന്ന് ഭിത്തി മൊത്തം നനവാർന്ന് കരിക്കാവസ്ഥ. ഇതിപ്പം ഇവിടെ കണ്ടില്ലേ, അത് മുഴുവൻ ഉരുണ്ടി അടിയതാണ്. ഇത് ഇന്നലെ വാരിയതെല്ലാം കൂടെ വാരി കളഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ. മഴ പെയ്യുമ്പം മുകളിൽ നിന്ന് ചാറ്റിലടിച്ച് മൊത്തം ഭിത്തി നനഞ്ഞ് ഈ ഭിത്തിയെ കൂടെ വെള്ളം കീഴ്പോട്ടിറക്കും. അതാണ് ഇപ്പൊ ഈ മേയുന്നത്. ഇത് മേച്ചിൽ ഇതാ ഉരുണ്ടി അടിയ സാധനം. ഈ സാധനമാണ് ഉരുണ്ടി അടിയത്. ഇതാണ് ഈ ഭിത്തിയിലുള്ളത്. എങ്ങനെയുണ്ട്? അവര് വേറെ വീട് തരാൻ സാധ്യതയില്ല, നമുക്ക് തരില്ല. ആവശ്യം എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ് നന്നാക്കി കിട്ടണം, അതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഇവിടെ നനഞ്ഞൊലിച്ച് കിടക്കണോണ്ട് മഴ കാരണം ഞങ്ങൾക്ക് പേടിച്ച് പുറത്താണ് ഞങ്ങൾ ഇവിടെ കിടക്കുന്നത്. എല്ലാം ഇടിഞ്ഞ് ചാടി പൊളിഞ്ഞു പോകും. അവരെ വന്ന് നോക്കണവർ ആരും ഒന്നും പറയണില്ല. പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അതിന് ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് ഇവിടെ കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ വെള്ളത്തിൻ്റെ പൈസ ഭയങ്കര, കറണ്ടിൻ്റെ വെള്ളത്തിൻ്റെ പൈസയൊക്കെ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ജീവിക്കണമെന്ന്. ഇവിടെ പോകണമെങ്കിൽ തന്നെ 120 രൂപ വണ്ടിക്കൂലി വേണം. സർക്കാർ ഞങ്ങൾക്ക് സ്ഥലമായിരുന്നു കിടക്കാൻ വാടകയ്ക്ക് കിടന്ന് മടുത്തതിന് ശേഷം സർക്കാർ സംഭാവനയായിട്ട് തന്ന സ്ഥലം സന്തോഷത്തോടെ സ്വീകരിച്ചു. 5 കൊല്ലത്തെ ഗ്യാരണ്ടി പറഞ്ഞു. 2 കൊല്ലം പോലും ആയില്ല പൊളിഞ്ഞിടാൻ തുടങ്ങി. ഞങ്ങൾ ഈ കൂലിപ്പണിക്കാർ എന്നാ ചെയ്യും? ഇവിടെ
ഞങ്ങൾ ഈ സമാധാനത്തിൽ കിടന്നുറങ്ങാൻ സൗകര്യം ഉണ്ടാക്കുന്ന മാത്രം മതിയായിരുന്നു. ഇത്രയും സ്ഥലം ഇവിടെ പഞ്ചായത്തിന് വെറുതെ കിടപ്പുണ്ട്. എന്നാൽ അത് കൂടെ 4 സ്ഥലം കൊടുത്താൽ 5 ലക്ഷം രൂപ കൊടുത്താൽ അവരുടെ സമാധാനം കൊടുത്ത് അവർ എന്തെങ്കിലും ഉണ്ടാക്കി കിടന്നുണ്ടോനെ. ഞങ്ങൾക്ക് ഇപ്പൊ ഗ്യാസ് വിറക് കത്തിക്കാൻ പറ്റില്ല, ഗ്യാസ് അല്ലാതെ. അതൊന്ന്. രണ്ടാമത് വെള്ളത്തിന് പൈസ 400 വെച്ച് മാസം ഉണ്ടാക്കണം. ഈ കൂലിപ്പണി ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. നിവർത്തില്ല. എന്നാ ചെയ്യാൻ പറ്റും? 2 മക്കളും കുടുംബമായിട്ട് താമസിക്കാൻ ഞാനിവിടെ. എനിക്ക് വയസ്സ് 70 ഇപ്പോഴും കൂലിപ്പണി ചെയ്യാൻ വേറെ മാർഗമില്ല. എന്നിട്ട് പോലും ഈ പൈസ അടുത്തുള്ള വില വിധിക്കുന്നത് 1500 രൂപ അടുത്ത് കറണ്ട് ബില്ല് വരും. ഈ ചോർച്ചയുടെ കാര്യം പറയാം. ചോർച്ചയുടെ പ്രശ്നം വന്നാല് ഇത് ഈ മുകളിൽ മുഴുവൻ ഇത് വാർക്കല്ല. നിലവില് വാർക്കല്ല. ചവിട്ടിയ വാർക്കപ്പുറത്ത് വെള്ളം മുകളിലേക്ക് സാധനം ഞാൻ കണ്ടിട്ടില്ല. നിലവിൽ ആദ്യമാണ് കാണുന്നത്. ഇതെപ്പോൾ താഴേക്ക് വരുന്ന അറിയത്തില്ല. ഞങ്ങൾ രാവിലെ ഇറങ്ങി പോകുന്നു, കൂലിപ്പണി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സമാധാനം ഉറങ്ങാൻ കാരണം ഉറങ്ങാൻ പറ്റില്ല. കാരണം രാവിലെ എഴുന്നേൽക്കുന്ന ജീവനെ പേടിച്ച് എഴുന്നേക്കുന്നത്. യാതൊരു ഉത്തരവാദിത്വമില്ല. പഞ്ചായത്ത് പറഞ്ഞു ഇതാ, ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. ലൈഫ് മിഷന്റെ പദ്ധതിയാണിത്, അവർ ചെയ്യണം. ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഞങ്ങൾ ജീവൻ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. പഞ്ചായത്തിനെ വിളിച്ച് വന്നപ്പോൾ തന്നെ ഒരു ദിവസം കഴിഞ്ഞാൽ വന്നവർ രാത്രി 12 മണിക്ക് സംഭവം അപ്പം തന്നെ വിളിച്ചപ്പോൾ അവരങ്ങ് വന്നില്ല. പിറ്റേ ദിവസം 11 മണിക്കാണ് വരുന്നത് ഇവിടെ. ഞങ്ങൾക്ക് ചെയ്യേണ്ട പണിക്ക് വേറെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കി സർക്കാർ തന്നെ തരണം. അതേ ഉള്ളൂ.